ഇന്നലെ ഉച്ചക്ക് 12 മണിയോടുകൂടി നമ്മുടെ സഹപ്രവർത്തക സോണി വക്കീലിനെ ആക്രമിച്ച വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ഉടനെ തന്നെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് അവരെ കൊണ്ടുപോവുകയും പ്രാഥമിക ചികിത്സ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമിച്ച പ്രതിയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും സോണി വക്കീൽ അയാളെ ആക്രമിക്കുകയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷേ യഥാർത്ഥ സംഗതി കൗൺസിലിങ്ങിന് വേണ്ടി ഈ കോടതിയിൽ വന്ന ആള് ആ കൗൺസിലിങ്ങിന് ഭാര്യയ്ക്ക് വേണ്ടി ഹാജരായിക്കൊണ്ടിരിക്കുന്ന സോണി വക്കീലിനെ പുലഭ്യം അറപ്പുളവാക്കുന്ന ഭാഷയിൽ ചീത്ത പറയുകയും അങ്ങനെ അയാളുടെ അടുത്തേക്ക് പോയ സോണി വക്കീലിനെ അയാൾ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. തലശ്ശേരി കോടതിയിൽ ഇന്നുവരെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു വക്കീലിനെതിരെ ഒരു കക്ഷി കയ്യേറ്റം നടത്തുക എന്നത് യഥാർത്ഥത്തിൽ നിയമത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. നീതിന്യായ സംഹിതയോടുള്ള ഈ വെല്ലുവിളിയെ അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ എടുത്തിട്ടില്ല എങ്കിൽ അഭിഭാഷകർക്ക് അവരുടെ ജോലി നിഷ്പക്ഷമായി ചെയ്യാൻ സാധിക്കാതെ വരും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു അഭിഭാഷക തൻ്റെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആ കാര്യം തലശ്ശേരി പോലീസിനെ ഞങ്ങൾ വ്യക്തമായി ബോധിപ്പിച്ചതാണ്. തലശ്ശേരി പോലീസ് എന്നാൽ 324 വകുപ്പ് വെറും ഒരു കയ്യേറ്റം എന്ന രൂപത്തിൽ ഒരു അഭിഭാഷകർക്ക് നേരെ വെറും ഒരു കയ്യേറ്റം എന്ന രൂപത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അയാളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യത്തിൽ വിടുകയുമാണ് ചെയ്തിട്ടുള്ളത്. പോലീസിന്റെ നടപടി തികച്ചും പക്ഷപാതപരമായിട്ടാണ്. പോലീസിന്റെ നടപടി നീതി നിർവഹണത്തിന് ഗുണകരമായ നടപടിയല്ല. പോലീസ് ചെയ്തിരിക്കുന്നത് അഭിഭാഷകരോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഞങ്ങൾ പോലീസിനോട് പറയുന്നു, ഈ വെല്ലുവിളി അഭിഭാഷക സമൂഹം ഏറ്റെടുത്തിരിക്കുന്നു എന്നും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിയമവാഴ്ചക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ്. നിയമവാഴ്ചക്കെതിരെ ഏതു ഭാഗത്തു നിന്നുള്ള വെല്ലുവിളി ഉണ്ടായാലും അഭിഭാഷക സമൂഹം അത് ചെറുക്കുക തന്നെ ചെയ്യും. ഇവിടെ സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള അവകാശത്തെ ഹിംസിക്കുമ്പോൾ അതിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ല എങ്കിൽ പോലീസിനെ കൊണ്ട് നടപടി എടുപ്പിക്കാനുള്ള നടപടികളുമായി അഭിഭാഷക സമൂഹം മുന്നോട്ട് പോകും. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.